ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 18 സന്യാസത്തിൻ്റെ പരിപൂർണത. ശ്ലോകം 68. യൈദം പരമം ഗുഹ്യം മദ്ഭക്തേഷ്വഭിധാസ്യതി ഭക്തിം മയി പരാം കൃത്വാ മാമേ വൈഷ്യത്യ സംശയഃ. വിവർത്തനം: പരമരഹസ്യമായ ഈ ജ്ഞാനത്തെ എൻ്റെ ഭക്തന്മാർക്ക് ഉപദേശിക്കുന്നവന് ശുദ്ധഭക്തിയുത സേവനം സുനിശ്ചിതമാണ്. അവസാനം അയാൾ എന്നിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യും. ഭാവാർത്ഥം: ഭഗവത്ഗീത ഭക്തന്മാർക്കിടയിൽ മാത്രം ചർച്ച ചെയ്യേണ്ടതാണ്. ഭക്തിയില്ലാത്തവർക്ക് ഭഗവത്ഗീതയെപ്പറ്റിയോ കൃഷ്ണനെക്കുറിച്ചോ മനസ്സിലാവില്ല. കൃഷ്ണനെയും ഭഗവത്ഗീതയെയും അറിഞ്ഞംഗീകരിക്കാത്തവർ ഭഗവത്ഗീതയ്ക്ക് തന്നിഷ്ടപ്രകാരം വ്യാഖ്യാനം ചമയ്ക്കാൻ തുനിഞ്ഞ് അപരാധമേൽക്കരുത്. പരമപുരുഷനാണ് ഭഗവാനെന്നറിഞ്ഞ് ആദരിക്കാൻ തയ്യാറുള്ളവർക്ക് മാത്രമേ ഭഗവത്ഗീത വിവരിച്ചു കൊടുക്കേണ്ടതുള്ളൂ. ഭക്തന്മാർക്കുള്ള വിഷയമാണിത്. തത്വശാസ്ത്രത്തിൽ ഊഹാപോഹം നടത്തുന്നവർക്കുള്ളതല്ല. ഭഗവത്ഗീതയെ യഥാർത്ഥ നിലയിൽ നിർവ്യാജം അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നവർ ഭക്തിപ്രവർത്തനങ്ങളിൽ മുന്നേറി ശുദ്ധഭക്തനെന്ന നിലയിലെത്തുന്നു. പവിത്രമായ ഭക്തിയുടെ ഫലമായി അവർ സ്വഭവനമായ ഭഗവത് ധാമത്തിൽ എത്തിച്ചേരുമെന്നത് തീർച്ചയാണ്. ശ്ലോകം 69. നജ തസ്മാൻ മനുഷ്യേഷു കശ്ചിന്മേ പ്രിയകൃത്തമഃ ഭവിതാ നജ മേ തസ്മാത് അന്യപ്രിയതരോ ഭുവി. വിവർത്തനം: അങ്ങനെയുള്ള ഒരു ഭൃത്യനേക്കാൾ എനിക്ക് പ്രിയങ്കരനായിട്ട് ഈ ലോകത്തിൽ മറ്റൊരാളില്ല, ഇനി ഒരിക്കലും ഉണ്ടാവുകയുമില്ല. ശ്ലോകം 70. അധ്യേഷ്യതേ ചൈമം ധർമ്മ്യം സംവാദമാവയോഃ ജ്ഞാനയജ്ഞേന തേനാഹം ഇഷ്ടസ്യാമിതി മേ മതിഃ. വിവർത്തനം: നമ്മൾ തമ്മിൽ നടത്തുന്ന പാവനമായ ഈ സംഭാഷണം പഠിച്ചറിയുന്നവർ ബുദ്ധി കൊണ്ട് എന്നെ ആരാധിക്കുകയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.